ശ്രീയിൽ വീഴ്ച സംബന്ധിച്ച CPM ധാരണാപത്രത്തിൽ ഉൾപ്പെട്ടത് മുന്നണിയിൽ മുന്നണിയിൽ ചർച്ച ചെയ്യാത്തത് വീഴ്ചയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ASF, AYF പ്രതിഷേധങ്ങളിൽ പൊതുസമൂഹത്തിന് തെറ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നും MV ഗോവിന്ദൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അതിലൊരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് തന്നെ പറഞ്ഞല്ലോ. സ്റ്റെഫിൻ, വീഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ തന്നെ വീഴ്ചയാണെന്ന് തെളിഞ്ഞല്ലോ എന്നാണ്. എന്തായാലും വീഴ്ച സമ്മതിക്കുന്നു. ഇനി ഈ ഉപസമിതിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ PM ശ്രീ പദ്ധതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് അയക്കേണ്ട കത്ത്, അതിലൊക്കെ എന്തെങ്കിലും തീരുമാനങ്ങളോ നീക്കുപോക്കുകളോ ഉണ്ടായോ? ഏതായാലും ആ കത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരണത്തിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറാകുന്നില്ല. അത് മന്ത്രിസഭയുടെ കാര്യമാണ്. മന്ത്രിസഭയോടാണ് ഇത്തരത്തിൽ മറുപടി ചോദിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഏതായാലും LDF യോഗം AKG സെന്ററിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഒരു യോഗം കുറച്ചുനാൾ മുമ്പായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ മുന്നണിയിൽ തന്നെ വലിയ തോതിൽ പ്രതിസന്ധിയായ CPIയും CPMും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദന് ഇത് തുറന്ന് സമ്മതിക്കേണ്ടി പോലും വരുന്നത്. LDF യോഗത്തിന് മുൻപ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴാണ് CPM ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായി. മന്ത്രിസഭയിലും അതോടൊപ്പം തന്നെ LDF യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്യാത്തത് വലിയ വീഴ്ചയാണ് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത്. ഇപ്പോൾ LDF യോഗം AKG സെന്ററിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളെല്ലാം എത്തി യോഗം ആരംഭിച്ചിട്ടുണ്ട്. 5:30 മണിക്ക് ഇന്ന് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ എന്ത് നിലപാടിലേക്ക് മുന്നണി എത്തി എന്നത് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ കത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ മറുപടി ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും CPIയും RJDയും എല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു എതിർപ്പ് നേരത്തെ പരസ്യമായി പറഞ്ഞിരുന്നു. അത് ഇടതുമുന്നണി യോഗത്തിലും ഇന്ന് ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്.